بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قومي ما لي أدعوكم إلى النجاة وتدعونني إلى النار. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇസ്ലാഹി പ്രബോധന സംരംഭങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മാന്യ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്ത് റഫീഖ് സലഫി, സഹൃദയരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ആദ്യാന്തം ഏകാഗ്രമായ ശ്രദ്ധയുടെ അനിവാര്യമായ ഉൾക്കൊള്ളലുകളുടെ ചിരന്തരമായി നിലനിൽക്കേണ്ടുന്ന മൗലിക ചിന്തകളുടെ ഇതെല്ലാം നമ്മുടെ മുഖമുദ്രയായി തീരണമെന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട്, പുരുഷാരവത്തോട്, ഇതൊരു ദീനി സദസ്സാണ്. അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സ്, പടച്ച തമ്പുരാന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സ്. പന്തലിന്റെ ചുവട്ടിൽ ശരീരം കൊണ്ടുവന്ന് കസേരയിൽ ഇരിക്കുമ്പോൾ
അതിവേഗതയേറിയ മനസ്സ് നമ്മുടെ പിടുത്തത്തിൽ നിന്ന് കുതറിച്ചാടി വേലിക്കെട്ടുകളെ ഭേദിച്ച് യാത്ര തിരിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിന്റെ വേഗത കണക്കാക്കാനാവാത്തതാണ്. വിചാരിക്കുന്ന സെക്കൻഡിൽ അമേരിക്കയിലെത്തും നമ്മുടെ മനസ്സ്. നമ്മൾ ജോലി ചെയ്ത അറബ് രാജ്യത്ത് നമ്മുടെ റൂമിൽ, നമ്മുടെ ബെഡിൽ നിമിഷം കൊണ്ട് നമ്മൾ എത്തിച്ചേരും. നമ്മൾ പഠിച്ച സ്കൂളുകളിലും വരാന്തകളിലും നമ്മുടെ അധ്യാപകരുടെ മുഖഭാവങ്ങളിലും അവരുടെ ടീച്ചിങ്ങുകളിലും എല്ലാം നമ്മുടെ മനസ്സുടക്കി നിൽക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഈ വിഷയാവതരണത്തിലായിരിക്കണം നമ്മുടെ ഏകാഗ്രത. തൂരിസീന പർവ്വതത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ നിശ്ചയം, വിധി അനുസരിച്ച് കൊണ്ടുവന്നു. മൂസാ നബി അലൈഹിസ്സലാം കുടുംബത്തെ പർവ്വതത്തിന്റെ താഴ്വരയിൽ നിർത്തി തൂരിസീന പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ അദ്ദേഹം കയറി വന്നു. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, മൂസാ വനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ. മൂസാ, നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. അതുകൊണ്ട് മൂസാ ഫസ്തമി ലിമാ യുഹാ, ഞാൻ നിനക്ക് ബോധനം നൽകുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് വളരെ പ്രധാനമായ പുണ്യകരമായ ഒരു കാര്യമാണ്. മൂസാ നബിയോട് അല്ലാഹ് ആവശ്യപ്പെടുകയാണ്, ഞാനിതാ നിനക്ക് വഹി നൽകാൻ പോവുകയാണ്. ഫസ്തമി, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല. ഖുർആനിലെ 20-ാം അധ്യായം 13-14 വാചകങ്ങളാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. രണ്ടാമത് ഉദ്ധരിച്ചത് 39-ാം അധ്യായം 17-18 വചനങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. ഹിദായത്ത് കിട്ടണമെങ്കിൽ ശ്രദ്ധ വേണം, പഠനം വേണം, അധ്വാനം വേണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന. ഖുർആനിലെ 29-ാം അധ്യായം 69-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നമ്മുടെ മാർഗത്തിൽ പരിശ്രമം ഉണ്ടാകണം. ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുമ്പോ നിയ്യത്തുകൾ തെറ്റിപ്പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. എങ്ങനെയാ പോകാതിരിക്കുക? എങ്ങനെയാ ക്ലാസ്സിൽ പങ്കെടുക്കാതിരിക്കുക? ആളുകൾ എന്താ വിചാരിക്കുക? അങ്ങനെയാണോ നിങ്ങൾ ഇവിടെ വന്നത്? എങ്കിൽ പായായിപ്പോയി. വിലപ്പെട്ട സമയം ഈ പന്തലിന്റെ ചുവട്ടിലെ പൊടി തിന്നത് മാത്രം ബാക്കിയാകും, മറ്റൊന്നും ഉണ്ടാവില്ല. നിയ്യത്ത് ശരിയായി ഇഖ്ലാസോടെ ഇവിടെ വന്നിരിക്കുന്നവരോട് ദാ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനോളം അടുത്തിരിക്കുന്നു. സ്വർഗം അങ്ങനെ തന്നെയാണ്. വന്നാറും മിസ്ലുദാലിക്, നരകവും അങ്ങനെ തന്നെ. നമ്മുടെ ചെരുപ്പിന്റെ വള്ളിയോളം അത് നമ്മുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നു അത്ര വ്യക്തമാണ് നമ്മുടെ മരണം. ഇല്ല, നിശ്ചയമായും അലംഘനീയമായ മരണമെന്ന വിധിക്ക് വിധേയമാകേണ്ടവരാണ് നമ്മൾ. ഒരിക്കലും തിരിച്ചു വരാത്ത അനന്തമായ ഒരു യാത്രക്ക് തുടക്കം കുറിക്കേണ്ടവരാണ് നമ്മൾ. പാതയമൊരുക്കേണ്ടവരാണ് നമ്മൾ. ഉണ്ടായോ? The traveler learns that about the road wind up hill all the way from beginning to end. ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിൽ ഒരു പാതയം അതുണ്ടായിട്ടുണ്ടോ? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിതരെ പോലെ, അതെ, അങ്ങനെ കഴിയാൻ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവളാണ്, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവനാണ്, ഞാൻ ഈ ലോകത്തുനിന്ന് യാത്ര തിരിക്കേണ്ടവനാണ്. കർമ്മങ്ങളാണ് എന്റെ പിന്തുണ, അതായിരിക്കും എന്റെ ജീവിതത്തിലെ ബാക്കി. കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ മരിക്കുമ്പോ 3 കാര്യങ്ങൾ അവനെ പിന്തുടരുന്നതാണ്. രണ്ടെണ്ണം മടങ്ങിപ്പോരുന്നതാണ്. അഹ്ലുഹു വമാലുഹു, അവന്റെ ധനവും അവന്റെ കുടുംബവും മടങ്ങിപ്പോരുന്നതാണ്. ബാപ്പാനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി കബറടക്കിയിട്ട് ഒരു മകനും അവിടെ പള്ളിക്കാട്ടിൽ താമസിക്കുകയില്ല. ഇതെന്റെ പ്രിയപ്പെട്ട ബാപ്പ. ബാപ്പ ഐസിയുല് കിടക്കുക, ആഗ്രഹമുണ്ട് ഐസിയുല് പോയി ബാപ്പാന്റെ കൂടെ ആ നെറ്റിത്തടം തടവി ഉമ്മാന്റെ കൂടെ ഐസിയുൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിക്കുന്നില്ല, മോഹമാണ്. പുറത്തു നിൽക്കുമ്പോ ടെൻഷനാണ്. എന്താണ് ഉമ്മാന്റെ അവസ്ഥ? വൈകുന്നേരം 6 മണിക്കാ പെർമിഷൻ,
പിന്നെ രാവിലെ 6 മണിക്ക് പെർമിഷൻ. എന്നാലും ഒരു ബോധം 6 മണിക്ക് കാണാം അല്ലേ? ബാപ്പ ഐസിയുല് കിടക്കുമ്പോ അങ്ങനെ എന്നാ ബാപ്പാന്റെ അടുത്ത് പോകാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. പക്ഷേ ബാപ്പാനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി ഖബറടക്കിയ പിന്നെ ആരെങ്കിലും വിചാരിക്കോ ഓ ബാപ്പ ഒറ്റക്കാണല്ലോ, ബാപ്പാക്ക് ആരുമില്ലല്ലോ, ബാപ്പ എന്താ ചെയ്യാ, ഞാനും ആ ഖബറിന്റെ സ്ഥലത്ത് പോയി നിൽക്കട്ടെ എന്നാരും വിചാരിക്കാറില്ല. ആരെങ്കിലും വിചാരിക്കോ? ആരും വിചാരിക്കില്ല. അങ്ങനെ പള്ളിക്കാട്ടിലേക്കുള്ളൊരു യാത്രയെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ഗൗരവമായി ഇന്ന് ഈ നിമിഷം മരിച്ചാൽ ഞാൻ പള്ളിക്കാട്ടിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകും എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തിച്ചക മല്ല പൊട്ട, പറവിനൂടെ ലിംബോ മാനം പൊട്ട. മനുഷ്യ, നീ യഥാർത്ഥത്തിൽ ആരാ? നീ ആരാ യഥാർത്ഥത്തിൽ? ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. അതെ, ലക്ഷണമൊത്ത 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് അങ്ങനെ സൈക്കോട്ടായി. സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖന അലഖത മുളഅ ഫഖലഖന മുളഅത ഇലാമ ഫകസൗന ഇലാമ ലഹമ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. അല്ലേ? ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ. അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ നീ ആരാ? പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട. നീ എന്താണ്? നീ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. അവളും അവനും അല്ലെ എല്ലാം ലോകപ്രസിദ്ധരാകുന്നവരൊക്കെ ആരായിരുന്നു? കേവലം തെറിച്ചു വീഴുന്നൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. അതാണ് പിന്നെ ഈ കാണുന്നതൊക്കെയായി തീർന്നത്. പെട്ടാലോ ചത്ത് ചക മല്ല പൊട്ട. ഇനി മനുഷ്യ, നീ എങ്ങാനും മരണത്തിന് വിധേയമായാലോ പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്ത് ചക മല്ല പൊട്ട, പറവിനൂടെ ലിംബോ മാനം പൊട്ട. പിന്നെ നീ ആരാ? പിന്നെ കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ്. അങ്ങനെ അല്ലേ? എല്ലാരും ഒരു 4-5 തവണ തുടർച്ചയായിട്ട് ബാത്റൂമിൽ പോയാൽ എന്ന് കിടക്കാൻ തുടങ്ങും. ഇപ്പൊ എന്താ ശക്തി? കാഷ്ടത്തിന്റെ ശക്തിയാ. പെട്ടുപോയാലോ മരിച്ചാലോ പിന്നെ അത് ഒരു ജീവച്ചവമാണ്. എന്നിട്ട് പിന്നെ എല്ലാരും വിളിക്കുന്ന പിന്നെ ആ മയ്യത്തിനെ, അത് മാത്രമാണ് പിന്നെ അഭിസംബോധന. മയ്യത്തെടുത്തോ അല്ലേ? അദ്ദുക്കാനെ കുളിപ്പിച്ചോ എന്നൊന്നും ആരും ചെയ്യില്ല. മയ്യത്ത് കുളിപ്പിച്ചോ? എല്ലാം പേരൊക്കെ മാറി. പ്രധാനമന്ത്രിനെ കുളിപ്പിച്ചോ എന്നൊന്നും ചോദിക്കില്ല, മയ്യത്ത് കുളിപ്പിച്ചോ എന്നേ ചോദിക്കുള്ളൂ. മണ്ഡലം പ്രസിഡന്റ് മരിച്ച മണ്ഡലം പ്രസിഡന്റിനെ കുളിപ്പിച്ചോ എന്ന് ആരും ചോദിക്കില്ല, മയ്യത്ത് കുളിപ്പിച്ചോ എന്നേ ചോദിക്കും. മയ്യത്ത് എടുത്തോ എന്നേ ചോദിക്കൂ, മയ്യത്ത് നിസ്കരിച്ചോ എന്നേ ചോദിക്കൂ. അതാണ് പെട്ടാലോ ചത്ത് ചക മല്ല പൊട്ട, പറവിനൂടെ ലിംബോ മാനം പൊട്ട. പിന്നെ കണ്ണാടിന്റെ മുമ്പെന്ന് മിനുക്കുന്ന ഈ ശരീരത്തിന് എന്താ വില? ഒരു വിലയില്ല എന്നർത്ഥം. അപ്പം മരിച്ചു പോവും. അത് ഓർത്തുകൊണ്ടായിരിക്കണം ഈ സദസ്സില്. നിയ്യത്ത് ശരിയാവണം. ഇന്നമല്ല അമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നിയ്യത്ത് ശരിയാവണം. എടക്കരയിലെ മേഖലാ സമ്മേളനത്തിന്റെ വിശാലമായ പന്തലിലേക്ക് കയറുമ്പോ ഞാനും വന്നിരുന്നു കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഉറപ്പാണ്. നിയ്യത്ത് തിരുത്തുക, പശ്ചാത്തപിക്കുക, അള്ളാഹിനോട് ഖേദിച്ചു മടങ്ങുക. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മള് ഒരു സമ്മേളനം പോലും നമ്മൾ സംഘടിപ്പിക്കുന്നത് ആളെ കാണിക്കാനല്ല, ആളെ കൂട്ടാനും അല്ല. വഴിതെറ്റി സഞ്ചരിക്കുന്ന തലമുറക്ക് വഴി കാണിക്കാനാണ്. ഈ ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. നമ്മൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അല്ലേ? പ്രസംഗം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനിക്കണം, പരിവർത്തനം ഉണ്ടാകണം, ആളുകളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, പ്രഗൽഭനായ സഹാബി, സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള സഹാബി, അള്ളാഹുവിന്റെ റസൂല് വാഴ്ത്തിയ അനവധി തവണ ആവർത്തിച്ചു പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന ദുർബല ശരീരത്തിന്റെ ശക്തവിശ്വാസത്തിന്റെ ഉടമയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാ, ഞങ്ങള് അള്ളാഹിന്റെ റസൂല് ഞങ്ങൾക്ക് 10 ആയത്ത് ഓതിത്തരും. ആ 10 ആയത്ത് ഓതിക്കേട്ടാൽ ആ ആയത്ത് ഞങ്ങൾ പഠിക്കും. അതിൽ എന്തൊക്കെ ഹറാമാക്കി അതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കും, എന്തൊക്കെ അല്ലാഹ് ഹലാലാക്കി അഥവാ എന്തെടുക്കണം എന്ന് റസൂല് പറഞ്ഞോ അത് ഞങ്ങൾ എടുത്തു, എന്തുപേക്ഷിക്കാൻ പറഞ്ഞോ അത് ഞങ്ങൾ ഉപേക്ഷിച്ചു. നമുക്കിന്ന് അങ്ങനെ ഒരു മനസ്സില്ല.
നമുക്കിന്ന് അങ്ങനെ ഒരു മനസ്സില്ല. ഖുർആൻ കേൾക്കാത്തത് കൊണ്ടല്ല, ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തത് കൊണ്ടല്ല, ഒന്നുമല്ല. ഇവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാനുള്ളത്. മരണത്തിന് ശേഷമുള്ളൊരു യാത്ര. ആ യാത്ര പള്ളിക്കാട്ടിലേക്കുള്ള അനന്തമായ ഒരു യാത്ര. പിന്നെയോ ലോകമങ്ങ് അവസാനിക്കും, അല്ലേ? ഭൂകമ്പങ്ങളുടെ വാർത്തകൾ, 2 ലക്ഷത്തോളം ആളുകൾ മരിച്ച വാർത്തകൾ ഇന്നത്തെ പത്രദ്വാര നമ്മൾ അറിയുകയുണ്ടായി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം അന്ന് മനുഷ്യർ ചോദിക്കും, എന്ത് പറ്റി? ഈ മണ്ണിന് എന്ത് പറ്റി? ഈ ഭൂമിക്ക് എന്തു പറ്റി? ഈ പർവ്വതങ്ങൾക്ക് എന്തു പറ്റി? അങ്ങനെ ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, ലോകം അങ്ങ് അവസാനിക്കുന്ന ദിവസം, അന്ന് മനുഷ്യരിങ്ങനെ ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ കാലൂയാ വൈലനാ മംബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. കാലൂ യാ വൈലനാ മംബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളൊക്കെ ഉറങ്ങായിരുന്നല്ലോ, ഞങ്ങളൊക്കെ ഖബറില് ഉറങ്ങായിരുന്നല്ലോ, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് മനുഷ്യർ വിലപിക്കുന്ന ഒരു ലോകം, അങ്ങനെ ഒരു അവസ്ഥ. അതെ, സൂറത്ത് യാസീൻ 36-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്, അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. അന്ന് ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും. അതിൽ നരകമാണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തില് നബി മനുഷ്യനെ സ്നേഹിച്ച പോലെ ഒരാളും മനുഷ്യരെ സ്നേഹിച്ചിട്ടില്ല. അത്ര ഇഷ്ടമായിരുന്നു നബിക്ക്. അതുകൊണ്ട് മഹാനായ അബൂ തുല്ലത്തുൽ അൻസാരി അദ്ദേഹം റസൂലുള്ളാഹിന്റെ സദസ്സില്, വിജ്ഞാനത്തിന്റെ സദസ്സില് താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നബീന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. നബീന്റെ ക്ലാസ് കഴിയും, എല്ലാരും പിരിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് അബൂ തുല്ലത്തുൽ അൻസാരി നോക്കി നിൽക്കും. നബി ചോദിക്കും, പോണ്ടേ? ഇല്ല നബിയെ, എനിക്ക് അത്ര ഇഷ്ടമാണ് അങ്ങയെ കാണുന്ന ഓരോ നിമിഷവും പുണ്യദായകമാണ് എനിക്ക്. എന്റെ മനസ്സിന് സന്തോഷമാണ്. എന്ത് ലഹരിയാൻ! എന്റെ മാതാപിതാക്കളെ പ്രായശ്ചിത്തം നൽകി ഞാൻ അങ്ങയെ സംരക്ഷിക്കും അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞ അബൂ തുല്ലത്തുൽ അൻസാരി, ആ സഹാബിമാർ കടന്നുപോയ പാത, ആ ഏകാഗ്രതയുടെ പാത, അവരുടെ ഒരു ഷോൾഡറിൽ പക്ഷി വന്നിരുന്നാൽ അത് പറന്നു പോകുന്നത് ഷോൾഡറിന്റെ ചലനം കൊണ്ടാണെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്ന സഹാബാ കിറാം, അവരുടെ പാത സ്വീകരിച്ച സലഫികളാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, നമ്മൾ മറ്റുള്ളവരെ പോലെ ഒരിക്കലും ആവരുത്. സദസ്സിൽ ഇരുന്ന പിന്നെ എഴുന്നേറ്റ് പോക്കുണ്ടാകരുത്. ആവശ്യമാണോ? അല്ല, അത്യാവശ്യമാണോ? ആവശ്യമാണെങ്കിൽ പോലും എഴുന്നേക്കരുത്. അത്യാവശ്യമാണോ? ഇങ്ങനെ ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. അത്യാവശ്യത്തിന് മാത്രം മുൻഗണന കേട്ടോ. ആവശ്യം അതാവട്ടെ അവഗണിക്കുക. എന്നാല് അനാവശ്യം അങ്ങനെയുണ്ട്, വെറുതെ ഇങ്ങനെ എണീക്കുക. ഇങ്ങനെ വേണ്ട, അത് അനുവദനീയമല്ല, അത് ശരിയല്ല, അതൊരു ഇസ്ലാമിക സദസ്സിന് ചേർന്നതല്ല. അതുകൊണ്ട് വലണ്ടേഴ്സ് ആ അറ്റത്ത് നിന്നാ മതി, എന്നിട്ട് കസേരത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുത്താൽ മതി. മെല്ലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വന്ന് ശാന്തമായിരിക്കുക. എന്നാലെന്താ, എല്ലാവർക്കും ഒരക്ഷരവും, അതായത് ഞാൻ തെറ്റി ഉച്ചരിക്കുന്ന അക്ഷരം പോലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. നോട്ട് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, തിരുത്തണം. അങ്ങനത്തെ ഒരു ഏകാഗ്രത. അപ്പോ നരകം ഒരു യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ ഒരു ഉദാഹരണം പറയണം. ഞാനിങ്ങനെ പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓർഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില പോയിന്റുകൾ, നരകവുമായി ബന്ധപ്പെട്ട ഹൃദയഹാരിയായ ചില പോയിന്റുകൾ. അല്ലാഹുവിന്റെ റസൂല് പറയാ, മസലി വമസലുക്കും കമസലി റജുലിൻ ഔ കദനാറ. ദാ എന്റെ നിങ്ങളുടെ നമ്മുടെ ഇടയിലുള്ള ഉദാഹരണം, എന്റെയും നിങ്ങളുടെയും മസലി വമസലുക്കും കമസലി റജുലിൻ, അതൊരു പുരുഷനെ പോലെയാണ്. അതൊരു പുരുഷനെ പോലെയാണ്, ഒരു മനുഷ്യനെ പോലെയാണ്. അയാള് ഒരു തീ കത്തിച്ചു. ആ തീയിലേക്ക് പാറ്റകളും പ്രാണികളും പാറി വരുന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ പ്രാണികൾ, ആ വണ്ടുകൾ അല്ലെങ്കിൽ ആ ജീവികൾ ഈ തീയിലാകാതിരിക്കാൻ അയാൾ അവരെ തടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ ഉദാഹരണം. നരകത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന നിങ്ങളെ, നരകത്തിന്റെ വക്കിലായിരുന്ന നിങ്ങളെ, ആ നരകത്തിലേക്ക് പോകുന്ന നിങ്ങളെ, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്. അരക്കെട്ട് പിടിച്ചു വെക്കുക. അരുതേ, നരകത്തിലേക്ക് പോകരുതേ. നരകം ഭയാനകരമാണ്.
നരകം ഭയാനകരമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മസലി വമസലകും കമസലി റജുലിൻ ഔഖദനാറ, തീ കത്തിച്ച ഒരുവനെ പോലെ. അങ്ങനെ നിങ്ങൾ നരകത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോ അരിതേ എന്ന് പറഞ്ഞ് നരകം തടുത്തു വെക്കുകയാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്, പക്ഷെ നിങ്ങൾ എന്റെ കൈകൾ തട്ടിക്കളയുകയാണ്. എന്റെ കൈ തട്ടിക്കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നോക്കണേ, നബിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. ഒന്ന് അനസ് റളിയല്ലാഹു അൻഹുവാണ്. 10 കൊല്ലം റസൂലുള്ളാഹി ഖിദ്മത്ത് എടുത്തിട്ട് ഛേ എന്ന വാക്കുച്ചരിച്ചിട്ടില്ല എന്ന് അനസ് സർട്ടിഫിക്കറ്റ് നൽകിയ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ റസൂലിനെ എന്ന് പറഞ്ഞാൽ നബിയുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു ജൂത പയ്യനും കൂടി ഉണ്ടായിരുന്നു. ആ ജൂത പയ്യൻ മരിക്കാൻ കിടക്കുന്ന വിവരം റസൂലുള്ളാഹിന്റെ കാതുകളിലെത്തി. അല്ലാഹുവിന്റെ റസൂല് ആകുലചിത്തനായി, ബേജാറായി. പ്രവാചകന് കുണ്ടിലും തോന്നി. ഓടി വന്നു പ്രവാചകൻ ആ കുട്ടിയുടെ സമീപത്തിരുന്നു. ആ കുട്ടിയുടെ തല തടവി. മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. എന്ത് സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂല് നരകത്തെ കണ്ടു, സ്വർഗത്തെ കണ്ടു, അതിന്റെ സുഖദുഃഖങ്ങൾ കണ്ടു, മനസ്സിലാക്കി അല്ലേ? ആ അല്ലാഹുവിന്റെ റസൂല് പറയാ, നിങ്ങൾക്കറിയാലോ, ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. സഹസ്രാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സൂര്യഗ്രഹണം. അന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ മരിച്ചതും, അന്നാണ് അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിച്ചതും, അന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും നിങ്ങൾ കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ഇന്ന് കരയാൻ നമുക്ക് കണ്ണുനീരില്ല, ഇന്ന് കരയാൻ നമുക്ക് കണ്ണുകളില്ല. ഇന്ന് ചിരിയാണ്, ആനന്ദമാണ്, അഭിലാഷമാണ്, സന്തോഷമാണ്, ആഹ്ലാദമാണ്, സംഗീതമാണ്, പൊട്ടിച്ചിരികളാണ്, കയ്യടികളാണ്, മിമിക്സ് പരേഡുകളാണ്, ഹൃദയഹാരിയായ പ്രസംഗങ്ങൾ പോലും ഇന്ന് നമുക്ക് അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു ലോകഘടനയിൽ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ വാക്ക് മറക്കരുത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയുടെ തലഭാഗത്തിരുന്നു. ആ കുഞ്ഞിന്റെ നെറ്റിത്തടങ്ങളിൽ തടവിക്കൊണ്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, മോനെ നീ മുസ്ലിമാകും മോനെ. നോക്ക്, ഒരു ജൂത പയ്യനോട്, ശരിക്കും മുജാഹിദുകളോടാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ആ ജൂത പയ്യനോട് ധൈര്യസമേതം, ഏത് വീട്ടിലാ നബി കയറി ചെല്ലുന്നത്? ഒരു ജൂതന്റെ വീട്ടിൽ, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ജൂതന്റെ വീട്ടിൽ കയറി ചെന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് മോനെ നീ മുസ്ലിം ആകുക എന്ന് പറയുന്നത്. ധൈര്യം ഉണ്ടാവോ? RSS കാരൻ, ബജ്റംഗ്ദളുകാരൻ, ശിവസേനക്കാരൻ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ, ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി അവന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ജോർജെ മുസ്ലിം ആയിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവോ? അതുണ്ടാവണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃക. ആ മാതൃകയായി ഇത് 33-ാം അധ്യായം 21-ാമത്തെ വചനം. ആ മാതൃകയാണ്. എന്നിട്ട് റസൂലുള്ള പറയാം, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, നീ എങ്ങാനും മരിച്ചു പോയാൽ നരകത്തിലാണ് മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. റസൂലുള്ള ആവശ്യപ്പെടുകയാണ്. ആ കുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി, പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. പിതാവ് പറഞ്ഞു, മോനെ അബുൽ കാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ. അബുൽ കാസിം റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരായിരുന്നു, കാസിമിന്റെ ഉപ്പ. അബുൽ കാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ചെയ്ത മോനെ എന്ന് ആ ബാപ്പ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന റസൂലുള്ളാഹ്. ആ കുട്ടി കലിമത്ത് ഷഹാദ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അശ്രുബിന്ദുക്കൾ കണ്ടടങ്ങളിലൂടെ ചാലിട്ടൊഴുകുകയാണ് പ്രവാചകന്റെ. അശ്രുകണങ്ങൾ ഉതിർന്ന് പ്രവാചകന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്കാണ് സ്തുതി. നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ നിനക്കാണ് റബ്ബേ സ്തുതി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. റസൂലുള്ളാഹ് സൂര്യഗ്രഹണം ഉണ്ടായ ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. സ്വർഗ്ഗം സത്യമാണ്, നരകവും സത്യമാണ്. റസൂലുള്ളാഹ് പറയാ, സ്വർഗ്ഗം സത്യമാണ്, നരകവും സത്യമാണ്. അതെ, സ്വർഗവും സത്യമാണ്, നരകവും സത്യമാണ്. ചില രാത്രികളിൽ അല്ലാഹുവിന്റെ റസൂല് എഴുന്നേൽക്കും, എഴുന്നേറ്റിരിക്കും. എന്നൊരു റസൂല് പറയും, അന്നാറു ഹഖ്കുൻ
അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. അല്ലാഹുവേ നീ സത്യമാണ്, നിന്റെ ദീന് സത്യമാണ്, ആകാശഭൂമികൾ സത്യമാണ്, ഇതെല്ലാം സത്യമാണ്, നിന്റെ സ്വർഗവും നരകവും സത്യമാണ്. ഇനി ആരാ റസൂലുള്ളാഹ്? നമ്മളെ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. നരകമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മഹാനുഭാവൻ ആരാ? ആ മഹാനുഭാവനെ കുറിച്ച് പഠിച്ചാലേ നരകം ബോധ്യപ്പെടുള്ളൂ. ആരാ റസൂല്? ജീവിതത്തിൽ ഒരിക്കലും തമാശയായി പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആളാണ് അല്ലാഹുവിന്റെ റസൂൽ. അറിയില്ലേ എല്ലാവർക്കും? ജീവിതത്തിൽ തമാശയായി പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ അല്ലേ? റോമൻ, പേർഷ്യൻ, ഈജിപ്ഷ്യൻ നാഗരികതകളെ വെല്ലുവിളിച്ച ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഇതുപര്യന്തമുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുന്നിടത്ത് ഇർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരം അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ക്ലീൻ ഇമേജ് സർട്ടിഫിക്കറ്റ് നൽകുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഈ ചക്രവർത്തി ചോദിക്കുക, അല്ല ആട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടല്ലോ, പ്രവാചകനാന്ന് പറയുന്നുണ്ടല്ലോ, ജീവിതത്തിൽ 40 കൊല്ലം വരെ ഈ പ്രവാചകന് കള്ളം പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഈ അബൂ സുഫിയാൻ ജാഹിലിയത്തിലായിരുന്ന കാലം അരച്ചു കിട്ടിയാൽ വലിച്ചു കുടിക്കാൻ കോപമുണ്ടായിരുന്ന അബൂ സുഫിയാനോട്, നബിയുടെ ബദ്ധവൈരിയോട്, ഞാൻ എന്റെ തലമുടിയിൽ എണ്ണ തേക്കില്ല, പ്രവാചകന്റെ ശിരസരിഞ്ഞിട്ടല്ലാതെ എന്ന് പ്രതിജ്ഞ ചെയ്ത അബൂ സുഫിയാനോട്, പ്രവാചക ജീവിതത്തിന്റെ ഇന്നലകളുടെ കഥയല്ല ഇന്നിന്റെ കഥയെന്നറിയാവുന്ന അബൂ സുഫിയാനോട് അല്ലമീൻ എന്ന് ഏതൊരു നാവ് കൊണ്ട് വിളിച്ചുവോ അതുകൊണ്ട് കദ്ദാബ് എന്ന് വിളിച്ച അബൂ സുഫിയാൻ ആ അബൂ സുഫിയാനോട് ചോദിക്കുന്നു, എന്ത്? അല്ല, ഇയാള് കള്ളം പറയുന്ന ആളാണോ? ഈ പ്രവാചകൻ കള്ളം പറയുന്ന ആളാണോ എന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവകരമായ കാര്യം. അപ്പോ അദ്ദേഹം പറയാൻ, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുകളുണ്ട്, എതിർപ്പുകളുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. കണ്ടോ, സർട്ടിഫിക്കറ്റാണ് അബൂ സുഫിയാന്റെ സർട്ടിഫിക്കറ്റ്. അബൂ ജഹൽ പറഞ്ഞില്ലേ, മുഹമ്മദേ നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല, നീ കൊണ്ടുവന്നതിനെ, കണ്ടോ, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല, നീ കൊണ്ടുവന്നതിനെ അല്ലമീനായിരുന്നു. അബൂജാഹിലിന്റെ സർട്ടിഫിക്കറ്റ്, അബൂ സുഫിയാന്റെ സർട്ടിഫിക്കറ്റ്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നടങ്കം പറയുന്നു, ഇയാള് കള്ളം പറയാത്ത ആളാണ്. 9 ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ്, ഇയാള് കള്ളം പറയാത്ത ആളാണ്. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അന നബിയുല്ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുകയാണ്. അപ്പൊ ജീവിതത്തിൽ തമാശയായി പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് നരകം സത്യമാണ്, സ്വർഗവും സത്യമാണ്. ഇനി വിശ്വസിക്കാതിരിക്കണോ? എങ്ങനെ? നരകവും സ്വർഗവും സത്യമാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂലാണ് ഈ കാര്യം പറയുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ തമാശയ്ക്ക് വേണ്ടി പോലും ഒരക്കള്ളം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ലാത്ത റസൂലല്ലയാ പറയുന്നത് നരകമുണ്ട് എന്ന്. ഇനി ഈ നരകം അത് ജനങ്ങളെ മുഴുവനും, നമ്മുടെ ജീവിതത്തിന്റെ ബേസ് തന്നെ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക തന്നെ എന്താണ്? നരകമുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനാ നമ്മൾ ഇവിടെ വന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എന്തിനാ നമ്മൾ ഇവിടെ വന്നത്? സ്വർഗം കിട്ടാനാണ്. എന്തിനാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? അള്ളാന്റെ വജഹ് കിട്ടാനാണ്, പടച്ചതമ്പുരാന്റെ തൃപ്തി കിട്ടാനാണ്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിർ റസൂലാ. ഞാൻ അള്ളാഹുവിന്റെ ദീനിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിർ റസൂലാ. ഏതൊരാള് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടുവോ, ഏതൊരാൾ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചുവോ, ഏതൊരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ അനുധാവനം ചെയ്തുവോ, ഹുബ്ബുർ റസൂൽ, ഹുബ്ബുർ റസൂൽ, ഇത്തിബാഉർ റസൂൽ മുഖമുദ്രയായി സ്വീകരിച്ചുവോ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏതൊരാള് 3 കാര്യങ്ങളിൽ ഈമാനിന്റെ മാധുര്യം കാണുന്നുവോ അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹുവിനോടുള്ള ഒരാളുടെ ഹുബ്ബ്, അള്ളാഹുവിന്റെ റസൂലിനെ
രണ്ടാം സ്ഥാനം നൽകൽ അതിനേക്കാൾ ഉപരിയായി മറ്റൊന്നും അവർക്ക് പ്രിയപ്പെട്ടതല്ല. അങ്ങനെ അള്ളാഹുവിന് ഒന്നാം സ്ഥാനം നൽകിയവർ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലിൽ ഇൽമി, അതുപോലെ ഇൽമുള്ളവർ, വൽ മലായികത്തു, മലക്കുകളും, വഉലിൽ ഇൽമി വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിമാതും. നോക്ക് നിങ്ങൾ, എല്ലാ അറിവുള്ളവരും അല്ലാഹുവാണ് ഏകനെന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ആ അല്ല മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ആ അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സഹോദരിമാരെ, മരണം മുന്നിൽ കാണുമ്പോ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നായിക പിന്തിച്ചിടുകയില്ല, ഒരു നായിക നിങ്ങളെ നീട്ടിയിടുകയുമില്ല. ഖുർആനിന്റെ 16-ാം അധ്യായം 61-ാമത്തെ വചനമാണ്. ഖുർആനിന്റെ 35-ാം അധ്യായം അവസാനത്തെ വാചകമാണ്. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നായിക നിങ്ങളെ പിന്തിച്ചിടുകയില്ല. അവൻ നരകം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നു, സ്വർഗവും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഏത് വേണം മനുഷ്യരെ? അതാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നരകത്തിലെത്തരുതേ, നരകത്തിലെത്തരുതേ എന്ന് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഇമാമ നിൽക്കുകയാണ്. ഇമാമ നിന്നിട്ട് അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. ഫഅൻദർതുകും നാറം തലല്ലാഹ്, ഖുർആനിലെ സൂറത്തുൽ ലൈൽ 91-ാം അധ്യായം 14-ാമത്തെ വചനം നോട്ട് ചെയ്തു വെച്ചോ, പഠിച്ചോ, കുറിപ്പെഴുതിക്കോ. ഫഅൻദർതുകും നാറം തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകം, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന ആയത്ത് ഓതിയ താമസം ബോധരഹിതനായി ഉമർ ബിൻ അബ്ദുൽ അസീസ് താഴെ വീഴുകയാണ്. ഈ ആയത്ത് ഓതേണ്ട താമസം ബോധരഹിതനായ അദ്ദേഹം താഴെ വീഴുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടുകയാണ്. ഫഅൻദർതുകും നാറം തലല്ലാഹ്, ഫഅൻദർതുകും നാറം തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകം, ആ നരകം നിങ്ങളുടെ മുമ്പിലുണ്ട്, അതുകൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന ആയത്ത് ഓതേണ്ട താമസം ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധരഹിതനായി നിലംപതിക്കുകയാണ്. അപ്പൊ സഹോദരാ, ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ ആയത്ത് എത്രയോ തവണ ഞാനും നിങ്ങളും ഓതി, പക്ഷേ നമുക്ക് ബോധക്ഷയമില്ല. കാരണം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അർത്ഥമറിയില്ല, ആശയമറിയില്ല, ആശയം മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, മനുഷ്യരെ കത്തിജ്വലിക്കുന്ന നരകം. കല്ലാ ഇന്നഹാ ലല്ലാ നസാഅതൻ ലിശ്ശവാ, നരകം അങ്ങനെയല്ല, അത് ചൂടേറിയ തീജ്വാലയാണ്. നരകത്തെ ഉരിച്ചു കളയുന്ന തീജ്വാല, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല. ആ നരകമാണ് പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നത്. ഏത് വേണം? നരകം വേണമോ അതല്ല സ്വർഗം വേണമോ? ഗൗരവമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. സൂറത്ത് മആരിജ് ഒന്ന് വായിക്കണം. 70-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനം ഒന്ന് വായിക്കുക. ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു കരീബാ യൗമ തകൂനു സ്സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കൽഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. വല്ലാത്ത വചനങ്ങളാണ്. ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു കരീബാ, ആ അവർ ലോകാവസാനം ഏറ്റവും വിദൂരത്താണ് എന്നവർ വിചാരിക്കുകയാണ്. വനറാഹു കരീബാ, നാം അതിനെ സമീപസ്ഥമായി കാണുകയാണ്. നരകത്തെ സമീപസ്ഥമായി. നരകമിതാ ഇവിടെ, സ്വർഗമിതാ ഇവിടെ, ഖിയാമത്ത് നാൾ ഇതാ ഇവിടെ, ലോകമിതാ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ഇദസ്സമാഉ ഫതറത് വൈദൽ കവാകിബു തസറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ഖുബൂറു ബുസിറത്. അതാ ആകാശം പൊട്ടിപ്പിളരുകയാണ്. അനന്തമായ സപ്താകാശമുണ്ടല്ലോ. ഏതൊരു സൂര്യന്റെ ഗ്രഹണബാധയുണ്ടോ, ഏതൊരു ചന്ദ്രന നിലാവലയുണ്ടോ, ഏതൊരു സൗരയൂഥം ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ, അതെല്ലാം തകർന്നു
തകർന്ന് തരിപ്പണമാകുന്ന ദിവസം, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, സാഗരങ്ങൾ സപ്തസാഗരങ്ങൾ പൊട്ടിയൊടുക്കപ്പെടുന്ന ദിവസം, വൈദൽ ഖുബൂർ ബുസിറത് ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുന്ന ദിവസം, അന്ന് മനുഷ്യർ വിലപിക്കുന്ന ദിവസമാണ്. ആ ദിവസം വരുന്നതിന് മുമ്പ് ഫാംദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം. ആ നരകം ഇതാ, ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു കരീബാ, അതിനെ വിദൂരമായവർ കാണുന്നു, പക്ഷേ അത് സമീപസ്ഥമാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. മൂത്താപ്പയളാപ്പ മക്കള് പരസ്പരം നോക്കാത്ത ദിവസം, ബാപ്പാനെ നോക്കാത്ത, ഉമ്മാനെ നോക്കാത്ത, ബന്ധുമിത്രാദികളെ പരിഗണിക്കാത്ത, ഒരാളും ഒരാളെ നോക്കാത്ത ഭയചകിതമായ ഭയാനകരമായ ബീഭത്സമായ ഒരു ദിവസമാണ് ആ ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കണേ നിങ്ങള്, യുബശ്ശറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. അല്ല പറയുകയാണ്, അന്ന് ബാപ്പ പറയുമത്രേ, ഉമ്മ പറയുമത്രേ. നോക്ക് നിങ്ങൾ, മക്കൾക്ക് സൂക്കേടായാൽ, മക്കൾക്ക് തീപ്പൊള്ളിയാൽ, ഒരു ചെറിയ തീപ്പൊള്ളലേറ്റാൽ ദ്രുതഗതിയിൽ ഓടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കാറ് വേഗതയിൽ ഓടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. മോനെ നിനക്ക് വേദനിച്ചോ, മോളെ നിനക്ക് വേദനിച്ചോ? ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ബാപ്പാന്റെ കണ്ണുനീർ ചാലിട്ടൊഴുകുന്നു, ഉമ്മ കരയുന്നു, അനുജത്തി കരയുന്നു, ഇത്താത്താക്ക് തീ പൊള്ളിയതാണ്, കയ്യിൽ തീ പൊള്ളിയതാണ്. പക്ഷേ ഇവിടെ ഇതാ തീജ്വാല ആളിപ്പടരാൻ പോവുകയാണ്. ശരീരം മുഴുക്കെ നരകമാകുന്ന തീജ്വാല ആളിപ്പടരാൻ പോവുകയാണ്. ആ നരകത്തിലേക്കാണ് മനുഷ്യ നീ നടന്നു നീങ്ങുന്നത്. അന്ന് മനുഷ്യർ പറയുന്ന, എന്റെ ബാപ്പ പറയും, എന്റെ മോനെ തരാം, എന്റെ ഭാര്യയെ തരാം, എന്റെ മക്കളെ തരാം, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നീ നരകത്തിലിട്ട് റബ്ബേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് മനുഷ്യരവിടെ വിലപിക്കുമെന്ന് ഓർത്തിട്ടുണ്ടോ? അത് ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബേജാറാവണം, പഠിക്കണം, വേദനിക്കണം. ജീവിതത്തില് ഈ ഇരിക്കുന്ന സദസ്സില് 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്, 65 കഴിഞ്ഞവരുണ്ട്. ഇനി എത്രയാന്ന് കണക്കാക്കിയത്? നാളെ ആ മരണം നിശ്ചയിച്ചെന്ന് കൂട്ടിക്കോ. ഇന്ന് ഉച്ചന്റെ സെഷനിൽ ഒരാള് മരിച്ചു പോകാൻ തീരുമാനിച്ച്, മലക്കുൽ മൗത്ത് വരാൻ ഉദ്ദേശിച്ച് ഒരു പെണ്ണ് ഒരാണ് ഈ സദസ്സിലുണ്ടെന്നൊന്ന് വിചാരിച്ചു നോക്ക്. എന്തായിരിക്കും അവസ്ഥ? ഇല്ലല്ലേ? ഒരു പിടി പരദൂഷണം പറഞ്ഞ നാവും, ഒരുപാട് ഹറാമുകൾ ചിന്തിച്ച മനസ്സും, ഒരുപാട് ഹറാമുകളിലേക്ക് നടന്നു നീങ്ങിയ കാലും, ഒരുപാട് ഹറാമുകൾ ചെയ്ത കയ്യും, ഒരുപാട് ഹറാമുകൾ കേട്ട കാതും, ഒരുപാട് ഹറാമുകൾ കണ്ട കണ്ണുമല്ലാതെ എന്താ നമ്മുടെ കയ്യിലുള്ളത്? ആലോചിച്ചിട്ടുണ്ടോ? യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. ഓ സുബ്ഹാനല്ലാഹ്, ഒരു സംഭവം പരലോകത്ത് റസൂലുള്ള വിശദീകരിക്കുക. കേട്ടോളി, ഒരു ബാപ്പാനോട് മകൻ പറയുന്ന രംഗം. ഒരു ബാപ്പാനോട് മകൻ പറയുന്ന വല്ലാത്തൊരു രംഗം വിശദീകരിക്കുകയാണ്. ദുനിയാവിലെ ബാപ്പ മകൻ ചോദിച്ചതൊക്കെ കൊടുത്ത്, എല്ലാ കാര്യവും കൊടുത്ത്. ബാപ്പാനോട് കമ്പ്യൂട്ടർ ആവശ്യപ്പെട്ടു, ആധുനികമായ ഒരു ഉദാഹരണം പറയാൻ. കമ്പ്യൂട്ടർ ആവശ്യപ്പെട്ട് കൊടുത്ത്, മൊബൈൽ ആവശ്യപ്പെട്ട് കൊടുത്ത്, ഒരു കാറ് വേണമെന്ന് പറഞ്ഞ് കൊടുത്ത്, ഇവിടെ ഒരു ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞ് കൊടുത്ത്, ഹൈവേയിൽ 10 സെന്റ് ഭൂമി വേണമെന്ന് പറഞ്ഞ് കൊടുത്ത്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്ത്, അങ്ങനെ മക്കൾ ചോദിച്ചതൊക്കെ കൊടുത്ത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ പരലോകത്ത് വരും. അന്നൊരു മകൻ നരകത്തിലേക്ക് ആനയിക്കപ്പെടും. അന്ന് ബാപ്പാനോട് മകൻ പറയുന്ന, ബാപ്പാ പരലോകത്ത് ഇഹലോകത്ത് എനിക്ക് നിങ്ങൾ ഒരുപാട് സംഗതികൾ ചെയ്തു തന്നു, ചോദിച്ച എല്ലാം എനിക്ക് നിങ്ങൾ നൽകി. ബാപ്പാ ഒരമലുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്ത് പോകും. ഒരമലും കൂടി കിട്ടിയാല് ആ അമല് കൊണ്ട് എന്റെ സ്വർഗത്തിലേക്കുള്ള തുലാസ് ഘനം തൂങ്ങും. ബാപ്പാ നിങ്ങളുടെ ഒരു അമലെടുത്തിട്ട് എനിക്ക് തരുമോ ബാപ്പാ എന്നൊരു മകൻ ചോദിക്കുമെന്നാണ്. നോക്കണം, അന്ന് വാപ്പ പറയുന്നതാണ് മോനോട്, ഇല്ല മോനെ, ഇത് പരലോകമാണ്, ഹലോകത്തിന്റെ ബന്ധം ഇവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു മോനെ. ഞാൻ നിനക്ക് എന്റെ അമലിൽ നിന്നൊരു അമലെടുത്ത് തന്നാൽ, എന്റെ അമലിൽ നിന്ന് ഞാൻ നിനക്കൊരു അമലെടുത്ത് തന്നാൽ, എന്റെ അമല് കുറഞ്ഞ് ആ ഭയാനകരമായ നരകത്തിലേക്ക് ഞാനില്ല മോനെ എന്ന് പറയുന്ന ലോകം അല്ലാത്തതല്ലേ അത്? ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അള്ളാന്റെ റസൂലാ പഠിപ്പിക്കുന്നത്. ഓർത്തിട്ടുണ്ടോ? ആ നരകത്തെ ഓർത്താണ് റസൂല് കരഞ്ഞത്. ആ നരകത്തെ ഓർത്താണ് ശുഐബ് റൂമി, താബികളിൽ പ്രഗത്ഭനായിരുന്നു ശുഐബ് റൂമി ഭാര്യയുടെ കൂടെ രാത്രി ഇങ്ങനെ കിടക്കുക. സ്ത്രീകളൊക്കെ മനസ്സിലായിക്കോളി,
സ്ത്രീകളൊക്കെ മനസ്സിലായിക്കോളി. ശുഐബ് റൂമി അങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കും, പിന്നെ കുറച്ച് എഴുന്നേറ്റിരിക്കും, പിന്നെയും കിടക്കും, പിന്നെയും അങ്ങോട്ട് ചരിഞ്ഞു കിടക്കും. അങ്ങനെ ഉറങ്ങാതെ ശുഐബ് റൂമി വല്ലാതെ അസ്വസ്ഥനാകുന്നത് കണ്ടപ്പോ ഭാര്യ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? കണ്ണിനോടൊരു ബാധ്യതയുണ്ട്, കണ്ണിനോടൊരു ബാധ്യതയുണ്ട്, ഭാര്യയോടൊരു ബാധ്യതയുണ്ട്, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? ശുഐബ് റൂമിയോടുള്ള ചോദ്യം. ശുഐബ് റൂമി പറയാണ്, അതല്ലടി, അതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടല്ല. ശുഐബ് റൂമി പറഞ്ഞു, അതൊന്നല്ല, ഞാൻ ഓർക്കുകയായിരുന്നു പരലോകം, സ്വർഗം. ആ സ്വർഗമെങ്ങാനും എനിക്ക് നഷ്ടപ്പെടുമോ? ആ സ്വർഗം ലഭിക്കാൻ മാത്രം പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ? അറിയില്ല എനിക്ക്. നരകം അത് ഭയാനകരമാണ്, അതിന്റെ ചൂട് അത് സഹിക്കാനാവാത്തതാണ്. അതേ, നോക്ക്, സൂര്യഗ്രഹണം ഉണ്ടായി. അള്ളാന്റെ റസൂലിന് മെഹ്റാബില് ആദ്യം അള്ളാഹു സ്വർഗം പ്രദർശിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തിലെ ഒരു കൊല മുന്തിരി കണ്ടു. റസൂലുള്ള മെഹ്റാബിലേക്ക് അങ്ങ് പാഞ്ഞു കയറി. എന്നിട്ട് റസൂല് പറയാ, ആ മുന്തിരി എങ്ങാനും എനിക്ക് അവിടുന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തെ നിങ്ങൾക്ക് അത് മതിയായിരുന്നു. പിന്നീട് പെട്ടെന്ന് മെഹ്റാബിൽ നരകം പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സ്ക്രീനിൽ എന്ന പോലെ അള്ളാന്റെ റസൂല് പിറകോട്ട് നിന്നു. അബൂബക്കർ സിദ്ദീഖ് പറയാ, ഞങ്ങളുടെ ഒന്നാമത്തെ സഫ് രണ്ടാമത്തെ സഫിൽ, രണ്ടാമത്തെ സഫ് മൂന്നാമത്തെ സഫിൽ, മൂന്നാമത്തെ സഫ് നാലാമത്തെ സഫിൽ, ഒടുവിലത്തെ പുരുഷന്മാരുടെ സഫ് സ്ത്രീകളുടെ ഇടയിലേക്ക് കയറി. പുരുഷന്റെ തൊട്ട് പിറകിൽ സ്ത്രീകൾ. ഇസ്ലാം അതായിരുന്നു, സ്ത്രീകളുടെ സഫിലേക്ക് പുരുഷന്റെ സഫ് കയറി നിന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗവും നരകവും പ്രദർശിപ്പിക്കപ്പെട്ടു. അത് കണ്ടു. മുഖത്ത് നിന്ന് നരകത്തിന്റെ ചൂട് തടവിക്കളഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. അതിന്റെ ഭയാനകത സഹാബികളെ പഠിപ്പിച്ചു. ഒരു ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, മദീനത്തെ ബഖീൽ ഉർഖദിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുവരികയാണ്. ഒരു മയ്യത്ത് ഖബറടക്കാൻ ഖബർ കുഴിച്ചു തീരാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് അവിടെ വെച്ച് അവിടെ ഇരുന്നു. ഒരു കല്ലിൽ റസൂലുള്ള ഇരുന്നു. എന്നിട്ടൊരു വടി കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ റസൂലുള്ള ശക്തമായ ഒന്ന് കുത്തി മുഖമുയർത്തി. എന്നിട്ട് പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം, ഖബർ ശിക്ഷയിൽ നിങ്ങൾ രക്ഷ തേടണം. ഭയാനകരമാണ് ആ രംഗം. റസൂലുള്ള വിശദീകരിച്ചു കൊടുത്തു, നരകത്തെ പറ്റി വിശദീകരിച്ചു. നരകം ലഭിക്കാനിരിക്കുന്ന, സ്വർഗം ലഭിക്കാനിരിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു. ചീത്ത മനുഷ്യനാണെങ്കിൽ അയാളുടെ ഖബറിടത്തിലേക്ക് നരകത്തിന്റെ ഒരു വാതിൽ തുറക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് മുകളിലേക്കെടുക്കാൻ യുവാക്കളെ, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് വീണുപോയ മയക്കുമരുന്നും അതുപോലെ മദ്യപാനവും മദിരാശിയും ഇതെല്ലാം അടിമപ്പെട്ടു പോയ യുവസമൂഹമേ, പരലോകമുണ്ട്, നരകമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് ഗാന്ധി സർട്ടിഫൈ ചെയ്ത മഹാനായ ഉമറിന്റെ ഭരണകാലഘട്ടം. ആ ഭരണകാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വസ്ത്രമില്ല ഉമറേ, ഉമറേ എനിക്ക് വസ്ത്രമില്ല ഉമറേ, അതുകൊണ്ട് എനിക്ക് വസ്ത്രം തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രകൃതമനുസരിച്ച് അദ്ദേഹം സാധാഗതിയിൽ ചില ആളുകളെ പരീക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റു നിലക്ക് അദ്ദേഹം ചോദിച്ചു, ഞാൻ തന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യാ? ഞാൻ നിനക്ക് ഡ്രസ്സ് തരാൻ ഉദ്ദേശിക്കുന്നില്ല, നീ എന്താ ചെയ്യാ? ആ സാധു മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ് ഉമറേ, ഒരു രാജ്യത്തിന്റെ ധീരനായ ഭരണാധികാരി. അതെ, പക്ഷേ ഉമറേ, ഫീമാ നോക്കൂ, ഫീമാ ഇലാനാ. ഉമറേ, ഒരു കാര്യമുണ്ട് ഉമറേ. എന്താണ് ആ കാര്യം? ഉമറേ, ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുന്നുണ്ടല്ലോ ഉമറേ. അവിടെ വെച്ച് പടച്ചവനോട് മറുപടി പറയേണ്ടി വരും ഉമറേ. അത് കേൾക്കേണ്ട താമസം പിഞ്ചുകുട്ടികളെ പോലെ കരഞ്ഞ് കണ്ണുനീര് ചാലിട്ടൊഴുകി അരുതേ എന്ന് പറഞ്ഞ് ഇട്ട ഡ്രസ്സ് കഴിച്ച് ആ മനുഷ്യൻ അയച്ചു കൊടുക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പേടിച്ച നരകം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഓർത്ത് കരഞ്ഞ നരകം, ആ നരകത്തിന്റെ ഭയാനകത, ആ നരകം. അവർ നരകത്തെ പേടിച്ചു. ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും അവർ നരകത്തെ പേടിച്ചു. നോർക്കണം, ഇന്ന് നമുക്ക് നരകത്തെ പേടിയില്ല.
എത്ര മൊബൈലുകളിൽ എത്ര വൃത്തികെട്ട മെസ്സേജുകളാണ് ഓരോ പ്രബോധകന്മാരെ കുറിച്ച് പോലും പണ്ഡിതന്മാരെ കുറിച്ച് പോലും മുസ്ലിങ്ങളായ മുജാഹിദുകളായ ആളുകൾ പോലും പരസ്പരം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. അവിടെ ആലോചിച്ചിട്ടില്ലേ നിങ്ങള്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരിതൊരു നോമ്പിന്, കേട്ടോളി, ഒരു നോമ്പിന് അവർ രണ്ടുപേരും ഉറങ്ങാൻ, തറാവീഹ് കഴിഞ്ഞ് അവർ ഉറങ്ങാൻ, അത്തായത്തിന്റെ മുമ്പെയുള്ള ഒരു ഉറക്കം. എനിക്കൊരു വേലക്കാരനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. അത്തായം ബാങ്ക് കൊടുക്കാൻ ഏതാനും സമയം ബാക്കി, കാര്യമായി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവര് ഭൃത്യനെ ചാടി, അവര് പറഞ്ഞു ഭൃത്യനെ ഉറങ്ങുകയായിരുന്നു, അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പൊ ഇവര് രണ്ടുപേരിൽ ആരോ ഒരാൾ പറഞ്ഞു, ഓനോന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ വൈദ്യ, അപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങണത് എന്ന് മാത്രം ഒരു വാക്ക്. ശ്രദ്ധിച്ചോളി, ശരിക്കും പഠിച്ചോളി. ഈ പന്തലിന് ഇറങ്ങി പോകുമ്പോ നരകവും സ്വർഗവും മനസ്സ് കണ്ടിട്ട് ഇറങ്ങിപ്പോയാൽ മതി. എല്ലാ അഹങ്കാരങ്ങളും അവസാനിച്ച്, എല്ലാ കാപട്യങ്ങളും മാറ്റിവെച്ച് ശരിക്കുമുള്ളൊരു ഭക്തനായി ഈ പന്തൽ നിങ്ങൾ ഇറങ്ങിപ്പോണം. എത്ര സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു നമ്മുടെ നഗരി. മുജാഹിദുകൾക്ക് മതപ്രബോധനമുള്ള പോലെ ഒരു സംഘടനക്കും മതപ്രബോധനമില്ല. ഒരു സംഘടന നമുക്ക് തീർത്തു പറയാൻ പറ്റും. നമ്മൾ ജീവസുറ്റൊരു നാട്ടിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നാവണില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ കേടുവരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഖുർആനെതിരായി പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മോശമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ നിങ്ങൾ കണക്കിലെടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓനോന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണമാതിരി ഉറങ്ങാൻ. അങ്ങനെ ഒരു ഒറ്റ വാചകം. എന്നിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഈ ഭൃത്യനോട് കുറച്ച് കറിക്ക് വേണ്ടി, റൊട്ടിയുണ്ട്, അതിന് കൂട്ടാൻ കറിയില്ല, നീ ഒന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്ന് നോക്ക്, കറി കിട്ടിയെങ്കിലോ. അങ്ങനെ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് ഈ ഭൃത്യൻ വന്നപ്പോ സലാം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം അടക്കിയിട്ട് റസൂല് പറഞ്ഞു, അവരോട്, ആ രണ്ടുപേരോട് പറ, കറിയും കൂട്ടി മാംസവും കഴിച്ചു എന്ന് പറ. കറിയും കൂട്ടി മാംസവും കഴിച്ചു എന്ന് പറ. ഭൃത്യൻ അത്ഭുതപ്പെട്ടു പോയി. കറി തന്നിട്ടില്ല, മാംസം തന്നിട്ടില്ല. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ഈ പറയുന്നത്? ഈ ഭൃത്യൻ ഓടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സന്നിധാനത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ കറിയും കൂട്ടി ഇറച്ചും കഴിച്ച് എന്ന് റസൂലുള്ള പറയാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളുകൾക്കും പന്തികേട് മനസ്സിലായി. അവർ രണ്ടുപേരും ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തേക്ക് വന്നു. നബിയെ, എന്തു പറ്റി? ഞങ്ങൾക്ക് എന്ത് അപാകതയാണ് സംഭവിച്ചത് നബിയെ? എന്താണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ തേറ്റയിൽ ഞാൻ ആ മനുഷ്യന്റെ മാംസം കാണുന്നു. എന്തേ അവർ പറഞ്ഞിട്ടുള്ളൂ? ഓനോന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങുക എന്നുള്ള ഒരു ഒറ്റ പരദൂഷണം ഒരു വ്യക്തിയെ കുറിച്ച്. അതിനെപ്പറ്റി ആ അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ തേറ്റയിൽ ആ ഭൃത്യന്റെ മാംസം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷന്മാരുടെ തേറ്റയിൽ 500 ആള് പങ്കെടുക്കുന്ന 10,000 കല്യാണത്തിന്റെ കിണ്ടല് കണക്കിന് മാംസം ഉണ്ടാവും ഈ ആയുസിനിടയിൽ. കിണ്ടല് കണക്കിന് 5000 കല്യാണമൊക്കെ നടത്താൻ പറ്റൂ 55 വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ തേറ്റയിലുള്ള മാംസം, അന്യന്റെ ഇറച്ചി തിന്നതിന്റെ പേര്. ചിന്തിക്കുക, നിസ്സാരമല്ല നരകവും സ്വർഗവും. എത്ര ഹദീസുകൾ, എത്ര ആയത്തുകൾ. വല്ലാത്തൊരു ചോദ്യം. 49-ാം അധ്യായം 11-12 ആയത്തുകൾ. സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ മാംസം തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ? അത്ര ഭയാനകരം. അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ മരിച്ചുപോയാൽ ഞാനതിന് മറുപടി പറയേണ്ടി വരും. വിശ്വസിച്ച ഉമർ ഇബ്നു ഖത്താബ്, നരകത്തെ പേടിച്ച ഉമർ ഇബ്നു ഖത്താബ് അല്ലേ? ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ ബീവിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ ഊഴമായിരുന്നു, ആയിഷ ബീവി ദിവസമായിരുന്നു അന്ന് റളിയല്ലാഹു തആല അൻഹ. അവരോട് നബി ചോദിച്ചു, ആയിഷ, ഇന്ന് നിന്റെ സമയമാണ്. ആയിഷ ബീവി റൊമാൻറ്റിക് മൂഡിൽ പറഞ്ഞു, അങ്ങയുടെ മാറിടത്തിലേക്ക് എനിക്കൊന്ന് തലചായ്ച്ച് കിടക്കാൻ മോഹമുണ്ട് എന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, ശരിയാണ് ആയിഷ, ഇന്ന് നിന്റെ ദിവസമാണ്. 50 ഭാര്യമാർക്ക് ദിവസങ്ങൾ പങ്കുവെച്ചു കൊടുത്ത നീതിമാനായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് നിസ്കരിക്കാൻ നീ പെർമിഷൻ തരണം. സുന്നത്തായ നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഫർള് പോലെ കൊടുത്തതാണ്.
റസൂലുള്ളാഹി ആയിഷ ഇന്ന് നിന്റെ ഊഴമാണ്, എങ്കിലും ആയിഷ നീ എനിക്ക് അനുവദിച്ചാൽ ഞാനൊന്ന് നമസ്കരിക്കും ആയിഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നു എടുത്ത് ആയിഷ ബീവി പായയിട്ട് കൊടുത്ത്, അങ്ങുന്നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഭാര്യമാര് ശ്രദ്ധിക്കണം, അങ്ങുന്നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, ഭർത്താവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അല്ലേ, ഭർത്താവിന്റെ സ്ഥാനം അതാണ്. ഭർത്താവിന്റെ കാല് മുതൽ ഭർത്താവിന്റെ ശിരസ് വരെ ചീഞ്ഞൊലിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന പൊട്ടിയൊലിച്ച നീരും ജലവുമുള്ള പൊക്കിളുകളുണ്ടായാൽ ആ വൃത്തികെട്ട ശരീരത്തിൽ നിന്ന് പോലും സ്വന്തം നാവ് കൊണ്ട് ആ നീരും ജലവും ഒപ്പിക്കൊടുത്താലല്ലാതെ ഭാര്യമാരെ ഭർത്താക്കന്മാരോടുള്ള നിങ്ങളുടെ കടപ്പാടുകൾ തീരുന്നില്ല എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് ആയിഷ ബീവിയോട് അനുവാദം ചോദിക്കുന്നു. ആയിഷ പറയുന്നു, അങ്ങുന്നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, അങ്ങുന്നിന്റെ താല്പര്യമാണ് എന്റെ താല്പര്യം. അതെ, ഇങ്ങനെ റസൂലുള്ളാഹ് നിസ്കരിക്കുക. കരഞ്ഞ് 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 കണ്ണുനീർ വാർത്ത് നിസ്കാരം ദീർഘമായി. പിന്നെ നബി വലത് കൈ തലയാണയായി കിബിലക്കഭിമുഖമായി അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരഞ്ഞു. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ട് ബിലാൽ റസൂലുള്ളാഹിന്റെ ഷോൾഡർ തടവിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് അങ്ങനെ കരയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവോ? അങ്ങയെ നിന്ദിച്ചുവോ അല്ലാഹുവിന്റെ റസൂലേ? അപ്പൊ റസൂൽ പറഞ്ഞു, ഇല്ല, രണ്ടായത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. രണ്ടായത്തുകൾ ഇറങ്ങി, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആ നരകം ഉണ്ടോ? ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശം ആരുണ്ടാക്കി, ഭൂമി ആരുണ്ടാക്കി, രാവും പകലും ആരും നിയന്ത്രിക്കുന്നു, ഇതെല്ലാം ചിന്തിക്കുന്നവർക്ക്. എന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്, പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഇത് ആവർത്തിച്ച് തഹജ്ജുദിൽ ഈ ആയത്ത് നബി ഈ ആയത്ത് മാത്രം ഓതിയൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകത്തെ ഓർത്ത് കരഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയോ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുക്കെ ആദ്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞ എന്താ? അല്ലാഹനെ ആരാധിക്കുക, നരകമുണ്ട്. അല്ലാഹുവിനെ തഖ്വയുള്ളവരാവുക, നരകമുണ്ട്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. സൂറത്തുൻ നൂഹ് 71-ാം അധ്യായം 1-ാമത്തെ വചനം. ആ വചനം തന്നെ എന്താ? ദാ ഈ ഖൗമിന്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന് ഒരു ശിക്ഷ വരാനിരിക്കുന്നു. അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ, താക്കീത് നൽകാൻ മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചു. ഇപ്പൊ പ്രവാചകന്മാരില്ല. ഇന്നത്തെ മുസ്ലിം സംഘടന നോക്ക്, നരകം പറയാറില്ല, സ്വർഗം പറയാറില്ല, അള്ളാഹുവിന്റെ ഏകത്വം പറയാറില്ല, തൗഹീദ് പറയാറില്ല, സുന്നത്ത് പറയാറില്ല, ബിദ്അത്തിന്റെ ഭയാനകത പറയാറില്ല. ഇല്ല, മദ്യപാനത്തെ എതിർക്കുന്നു, വ്യഭിചാരത്തെ എതിർക്കുന്നു, രാജ്യത്തിന്റെ രാഷ്ട്രീയ അരാജകത്വങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷേ നരകത്തെ പറ്റി പറഞ്ഞിട്ടല്ലാതെ ഏത് സമൂഹത്തെയാണ് പ്രവാചകന്മാർ നന്നാക്കിയത്? ഈ ഒരു യാഥാർത്ഥ്യം വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളുക. ഇനി നൂഹ് നബി അലൈഹിസ്സലാം, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അല്ലേ, സൂറത്ത് ആറാഫ് 54-ാമത്തെ വചനം, സൂറത്ത് ആറാഫ്, സൂറത്തു നൂഹ്, സൂറത്തു ഹൂദ്, ഇതിലെല്ലാം നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത് എന്താ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നൂഹ് നബി പറയാ എന്ത്? ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ, അത് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. ഉണ്ടോ? നൂഹ് നബി പറഞ്ഞാ ഏതാ ഈ വേദനാജനകമായ ശിക്ഷ? അതാണ് നരകം. അതാണ് നരകം. ഹൂദ് അലൈഹിസ്സലാം, അതേ ഹൂദ് നബിയെ നിയോഗിച്ചു. ആ സമൂഹത്തിലേക്ക് അദ്ദേഹം അവരോട് ദഅവത്ത് നടത്തി. ഖുർആനിന്റെ 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 3-ാമത്തെ വചനം. ആ വചനത്തിൽ അദ്ദേഹം പറയും, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. വേദനാജനകമായ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നൂഹ് നബി പറഞ്ഞു,
നൂഹ് നബി പറഞ്ഞു. സൂറത്തു നൂഹ് 71-ാം അധ്യായം 10, 11, 12 വചനങ്ങൾ. മഹാനായ ഹൂദ് നബി പറഞ്ഞു 3, 4, 5, 6 വചനങ്ങൾ 11-ാം അധ്യായം. അവരൊക്കെ പറഞ്ഞു എന്താ? ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. ആ ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നു. ഓർക്കുക, ഓർക്കുക. വലഖദ് ദറഹ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 179-ാമത്തെ വചനം. 179-ാമത്തെ വചനം. ഈ ആയത്ത് ഒന്ന് പ്രത്യേകമായി പഠിക്കണം. ഈ ആയത്തൊന്ന് പ്രത്യേകമായി. വലഖദ് ദറഹ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തിലെയും ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകത്ത് നിറയ്ക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ആയത്ത് ബാക്കി. ലഹും, അവർക്കുണ്ട്. ആർക്കുണ്ട്? ആർക്കുണ്ട്? ജിന്നുകൾക്കുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള ഒരു ഹൃദയം. ജിന്നിന് ഹൃദയമുണ്ട്. നിഷേധിക്കില്ലേ മടൂരികള്? നിഷേധിക്കില്ലേ നമ്മുടെ ആളുകള്? ജിന്നിന് ഹൃദയമുണ്ട്. മലിക്കുൽ ജബ്ബാറായ റബ്ബ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കേൾക്കാനുള്ള കാത് ജിന്നിന് അല്ലാഹ് നൽകി, കാണാനുള്ള കണ്ണ് ജിന്നിന് അല്ലാഹ് നൽകി, ചിന്തിക്കാനുള്ള ഹൃദയം ജിന്നിന് അല്ലാഹ് നൽകി. മനുഷ്യർക്ക് മാത്രമല്ല ഹൃദയം, അള്ളാന്റെ വാക്കാണ്, അള്ളാന്റെ കലാമാണ്, നേർക്ക് നേരെയുള്ള അർത്ഥമാണ്. അപ്പോ ഈ 2 വർഗത്തെ കൊണ്ട് നരകം നിറയ്ക്കും. കാരണം എന്താ? കാണേണ്ടത് അവർ കണ്ടില്ല, കേൾക്കേണ്ടത് അവർ കേട്ടില്ല, അറിയേണ്ടത് അവർ അറിഞ്ഞില്ല. അല്ലേ? ഇന്ന് എന്താണ്? റിയാലിറ്റി ഷോകൾ, ചാനലുകൾ, ടിവികൾ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോടൊക്കെ, ഈ ഇരിക്കുന്ന എല്ലാരോടും, സ്ത്രീ പുരുഷ ഭേദമന്യേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ചാനൽ ഇല്ലാത്ത, ചാനൽ കണക്ഷൻ ഇല്ലാത്ത എത്ര ആൾ ഈ സദസ്സിലുണ്ട്? എത്ര പേരുണ്ട്? ചാനൽ എന്തിനു വെച്ചതാ? ചാനൽ എന്തിനു വെച്ചതാ? കാണാൻ വേണ്ടി വെച്ചതാ, അല്ലേ? വിലപ്പെട്ട മണിക്കൂറുകൾ. എന്താ പടച്ചോന്റെ മുമ്പിൽ പറയാ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചിന്തിക്കാൻ ഒരു ഹൃദയം കൊടുത്തു, ചിന്തിച്ചില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് ആരെങ്കിലും സംഗീതം കേട്ടിട്ട് നന്നായത്? യേശുദാസിന്റെ പാട്ട് കേട്ട് ഞാൻ ഇനി ഒരിക്കലും എന്റെ ഭാര്യയെ മർദ്ദിക്കില്ല എന്നാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഗാനമേളക്ക് പങ്കെടുത്ത് ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കൂല. എത്ര ഗാനമേളക്ക് പങ്കെടുക്കുന്നോ അത്ര പേര് വ്യഭിചരിക്കും, എത്ര ഗാനമേളക്ക് പങ്കെടുക്കുന്നോ അത്ര പേര് കള്ളുടിക്കും, എത്ര ഗാനമേളക്ക് പങ്കെടുക്കുന്നോ അത്ര പേര് പേക്കും. പേച്ചിട്ടേ ഉള്ളൂ, പിഴപ്പിച്ചിട്ടേ ഉള്ളൂ. സംഗീതം പിഴപ്പിച്ചിട്ടേ ഉള്ളൂ. സംഗീതം നരകത്തിലേക്കാണ്. മൊബൈലുകളിലെ സംഗീതം, വീടുകളിൽ ഉപയോഗിക്കുന്ന സംഗീതം. സംഗീതം വെച്ചെടുപ്പ് തൃശ്ശൂര് ഒരു ISMന്റെ സ്റ്റേറ്റ് സമ്മേളനം നടന്നല്ലോ. അവിടുത്തെ ഓരോ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗം വമ്പിച്ച സംഗീതത്തോടു കൂടിയാണ്. സംഗീതം ഹറാമാണ്. കുരിശ് പോലെ, വിഗ്രഹം പോലെ, അതിന് തുല്യമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണി സംഗീതത്തെ. മാലമണികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പോലെ ഫിത്നകൾ കൊഴിഞ്ഞു വരും എന്ന് റസൂലുള്ളാഹ്. സംഗീതം, അല്ലാഹുവിന്റെ റസൂല് പ്രവാചകനാകുന്നതിന് മുമ്പ്, നബിയാകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്യാണ വീട്ടിൽ ഗാനമേള നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആടിനെ, വൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കല്യാണ വീട്ടിലെ സംഗീതത്തിന് ഞാനൊന്ന് പങ്കെടുക്കട്ടെ. പ്രവാചകനായിട്ടില്ല, മനസ്സിലാക്കിക്കോളി, നോട്ട് ചെയ്തോളി, പഠിച്ചോളി. പ്രവാചകനായിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾക്ക് ഉറക്കം ബാധിച്ചു. റസൂല് ഉറങ്ങിപ്പോയി. സംഗീത കച്ചേരി കഴിഞ്ഞ് അവസാനിക്കുന്നതുവരെ അല്ലാഹുവിന്റെ റസൂലിനെ ഉറക്കിക്കിടത്തി. പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ സംഗീത കച്ചേരി കേൾക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് വിലക്കി, കാണുന്നത് അല്ലാഹുവിന്റെ റസൂലിന് വിലക്കി, അത്തരം സദസ്സിൽ പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന് വിലക്കി. കല്യാണ വീടുകളിൽ ക്ഷണിച്ചാൽ നിങ്ങൾ പോകണം, സംഗീതമുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോരണം എന്ന് റസൂലുള്ളാഹ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ പറയുകയാണ്, ഒരു മുസ്ലിം വീട്ടിൽ, ഏത് വീട്ടിൽ കിടന്നു ചെല്ലാനും അവരുടെ അനുവാദം വേണം. പക്ഷേ ഗൗരവമായി പറയാൻ, സംഗീതമുള്ള വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് അത് ഓഫാക്കിയാൽ ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. വമിനൻ നാസി മൻ യസ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഉസ്വാ ഉലൈക ലഹും അദാബും മുഹീൻ.
ഈ 31-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം ഉണ്ടല്ലോ, ഈ വചനം അവതരിപ്പിക്കപ്പെട്ട താമസം, ഈ വചനം അവതരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ഈ വചനം അവതരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. സംഗീതത്തെയാണ് ലഹുവൽ ഹദീസ് എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചത്. സംഗീതം, മ്യൂസിക്, ഗാനമേള. നിങ്ങൾ ഏതാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഏതാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അതെ, ഹലോ, ആരാണ്? എന്റെ പേര് സംഗീതയാണ്, ആമിനയാണ്. എവിടുന്നാണ് ആമിന? ഞാൻ പാലക്കാട് നിന്നാണ്, നിലമ്പൂരിൽ നിന്നാണ്, എടക്കരയിൽ നിന്നാണ്. നീ അവിടെ എവിടെയാണ്? പഞ്ചായത്തിന്റെ അടുത്താണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന നീ യാചിക്കണം. ആ സാധാരണ പൈസക്ക് വേണ്ടി യാചിക്കാറുണ്ട്, SMS വേണ്ടി യാചിക്കുക. നിങ്ങൾ എത്ര SMS കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു പോകും. അതിന്റെ പിന്നിലാണ് മുസ്ലിം സ്ത്രീകൾ. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ്ക്ക് പോലും പോകാതെ കേൾക്കണോ അല്ലാഹുവിന്റെ വചനം? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. 17-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി എന്ത് കണ്ടു? പടച്ചോനോട് എന്താ പറയാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എല്ലാരോടും. അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയാ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും ഹദീസും. അതാണോ വീട്ടില്? ഈ TV വീട്ടിലേക്ക് കയറി മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഒക്കെ അരങ്ങ് തകർത്തപ്പോ എന്തുണ്ടായി? മുഹമ്മദ് നബിയും അബൂബക്കറും ഉമറും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ഓർമ്മകളില്ല. നമ്മുടെ വീട്ടിൽ അവരെ കുറിച്ചുള്ള ചിന്തകളില്ല. നമ്മുടെ വീട്ടിൽ മക്കൾ ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുക. എന്താ കഥ? സൈബർ സെക്സ് ആസ്വദിക്കുക, ലോകത്തിലെ സകല തിന്മകളും. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ഈ മണ്ഡല സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ചെന്നിട്ട് ഇവിടെ ഇരിക്കുന്ന 1000-ലധികം വരുന്ന കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പേരുകളിൽ ഓരോരുത്തരുടെ വീടുകളിൽ ചാനൽ ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഇന്ന് ചെന്നിട്ട് ആ ചാനൽ ക്യാൻസൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സമ്മേളനം വിജയിച്ചു. ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഇനി ഇവിടെ എത്ര പ്രസംഗിച്ചാൽ ആ ചാനൽ ഇന്നത്തോടുകൂടെ അവർ കൊടുക്കേണ്ട പൈസ അടയ്ക്കുക. അതേതായാലും ഹറാമാണ്, ഹറാമിന്റെ പൈസയാണ്. സമ്പാദിക്കുക ഹലാലായി എന്നുള്ള നിലക്ക്. എന്നിട്ട് 250-300 ചാനലിന് കെട്ടുക എല്ലാ മാസവും. ആര്? മുജാഹിദുകള്. എന്നിട്ട് പർദ്ദ ധരിച്ച അറബി കോളേജ് പഠിക്കുന്ന ആണും പെണ്ണും ഒരേപോലെ ഇരുന്ന് കാണുക. കണ്ടോളി. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. റബ്ബിനെ കണ്ടുമുട്ടേണ്ടതില്ലേ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അമലു സ്വാലിഹാത്ത് ചെയ്യട്ടെ. ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം 9 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരുന്നത്, ചാനലിന് മുമ്പിൽ ഇരുന്നത്. എനിക്ക് തോന്നുന്നത് ചില എപ്പിസോഡുകൾ, ചില സീരിയലുകൾ ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്നതാ. സിനിമ 2.5 മണിക്കൂറാ. ചാനലിൽ കാണുന്ന ഈ എപ്പിസോഡുകൾ ഉണ്ടല്ലോ, അത് എത്രയാ? 550, 600, 1000. എന്നിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു വമ്പിച്ച നഷ്ടം. ബാപ്പാക്ക് സീരിയസാ, ഈ ചാനൽ ഇങ്ങ് കഴിഞ്ഞോട്ടെ, ഈ സീരിയൽ കഴിഞ്ഞിട്ട് പോകാം. അപ്പോഴേക്ക് ബാപ്പ മൗത്തായിട്ടുണ്ടാവും. ഞായറാഴ്ചകളിലൊന്നും വിരുന്നു പോകരുത് കേട്ടോ. ഞായറാഴ്ച കുടുംബ സന്ദർശനമൊക്കെ നടത്തിയ കോളിംബെല്ലടിക്കുമെന്ന് പണ്ടാര പഹയൻ ഏത് മുക്കാണ് വന്നത്. അങ്ങനെ കോളിംബെല്ലടി കേട്ടപ്പോ വാതിൽ ഉറങ്ങി നോക്കിയപ്പോ മൂത്താപ്പ ഇനി എന്നൊരു ചോദ്യവും ഇളിച്ചിട്ട് ആലോചിച്ച് നോക്ക്. ആറാമ കാണുന്നതിനിടക്ക് മൂത്താപ്പ വന്നപ്പോ മൂത്താപ്പനെ പൊളിച്ചോ തെറിയും പറഞ്ഞു. അത്ര സ്ട്രോങ്ങാ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആ വിലപ്പെട്ട സമയം ഒന്ന് തിരിച്ച് ഖുർആൻ പഠിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. വലിയ ഖുർആനും സുന്നത്തും പറയുന്നവരായിട്ട് ഇങ്ങനെ ജീവിച്ചോളി കേട്ടോ. പരലോകത്തെത്തുമ്പോ ISM ഒന്നിങ്ങോട്ട് മാറിക്കും മോനെ, ഇഞ്ചി KNM NGM അല്ലേ, നിങ്ങൾ ഖുർആന്റെ സുന്നത്തിനാ എന്ന് പടച്ചോൻ പറയില്ല കേട്ടോ. പറയില്ല. പിടിക്കണോ അവനെ, പിടിച്ച് നരകത്തിലേക്ക് എറി എന്നേ പടച്ചോൻ പറയുള്ളൂ. അവിടെ മുജാഹിദും സുന്നിയും സമസ്തയും KNM ഒന്നും ഉണ്ടാവില്ല. അവിടെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമില്ല കേട്ടോ. അവിടെ അള്ളാന്റെ മുമ്പിൽ ഒന്നെങ്കിൽ കുറ്റവാളികൾ. അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തേ, ഒരാളുടെ പാപഭാരവും ഒരാൾ ഏറ്റെടുക്കുകയില്ല. ഒരാളുടെ പാപഭാരവും ഒരാൾ ഏറ്റെടുക്കുകയില്ല. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മൾ മാത്രം, നമ്മുടേതായ ഒരു ലോകം, നമ്മുടേതായ ഒരു അമല്. അങ്ങനെയാണ് പടച്ചവനെ നമ്മൾ കണ്ടുമുട്ടുക എന്നോർക്കണം. നരകത്തെ പറ്റി പറഞ്ഞിടത്ത് 2 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഖുർആൻ നരകത്തെ പറ്റി പറഞ്ഞിടത്ത്
കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്, നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. അമ്പിയാക്കൾ അവിടെ വരും, ഔലിയാക്കൾ അവിടെ വരും, ആരിഫീങ്ങൾ അവിടെ വരും, എല്ലാവരും അവിടെ വരും. അതുകൊണ്ട് മനുഷ്യരെ, ഖുർആനിന്റെ 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, സംഘങ്ങളായി നരകത്തിലേക്ക് നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ എന്ന് പറഞ്ഞ് 39-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. ഇങ്ങനെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം, അതായിരിക്കുമോ നമ്മൾ നരകത്തിലെ ആർത്തനാദങ്ങൾ, ദീനരോധനങ്ങൾ. എന്നിട്ട് സ്വർഗത്ത് പോയ ചില ആളുകള്, വല്ലാത്ത രംഗാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. സ്വർഗത്ത് പോയ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സ്വർഗത്ത് പോയ ആളുകൾ നരകക്കാരോട് വിളിച്ചു ചോദിക്കുന്ന, ഏയ് ഏയ് മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും ഫീ സഖർ, എന്താ നിങ്ങൾ സഖറിൽ എറിയപ്പെട്ടത്? എന്താ നിങ്ങൾ നരകത്ത് പോയത്? മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ വലൻ നകു നുതീമുൽ മിസ്കീൻ. നോക്കേ, ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നമസ്കാരം കൃത്യമായി കൊണ്ടുനടക്കുന്നവരായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ താന്തോന്നികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ സഹവാസം, തെമ്മാടികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ സഹവാസം, വൃത്തികെട്ടവരുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ സഹവാസം എന്ന് മനുഷ്യരെവിടുന്ന് പറയുന്ന. എന്നിട്ട് പറയും, പരലോകത്തെ ഞങ്ങൾ നിഷേധിച്ചു, അതിന്റെ അനന്തര ഫലം ഞങ്ങൾ നരകത്തിൽ ഏറ്റുവാങ്ങി. 74-ാം അധ്യായം സൂറത്ത് മുദ്ദസിർ 39 മുതൽ 44. ഖുർആനിലെ 74-ാമത്തെ അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനം ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വർഗസ്ഥരായ ആളുകൾ നരകക്കാരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ നരകത്ത് പോയത്? എന്താ നിങ്ങൾ ഇങ്ങനെ നരകത്ത് പോയത്? ഒന്നുമില്ല, നിങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. നോക്ക്, 5 നേരം നിസ്കരിക്കാത്തവർ പോലും നമ്മുടെ സദസ്സിൽ ഉണ്ടാവും. 5 നേരം കൃത്യമായി നമസ്കരിക്കാത്തവർ, അല്ലേ? അയ്യുൽ അമാലു അഹബ്ബു ഇലല്ലാഹി തആല, പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് നിസ്കാരമാണ്, അറിയാം നമുക്ക്. പക്ഷേ എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കും. ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, പിന്നെയോ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. നരകത്ത് പോകാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അല്ലേ? പിശുക്കി പിടിക്കാത്ത ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞപ്പോ പറഞ്ഞ എന്താ? 2 പ്രധാനമായ കാര്യത്തിലുണ്ട്. ഒന്ന്, നരകാഗ്നിയെ തൊട്ട് കാവൽ തേടുന്നവരാണവർ എന്നതാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. നോക്കേ, വല്ലാതെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. മുഅ്മിനായ മനുഷ്യർ, സ്വാലിഹീങ്ങളായ മനുഷ്യർ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്ത് റഅദിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ സ്വയം മാറ്റത്തിന് തയ്യാറാണ്, എന്നാൽ അല്ലാഹു നമ്മളെ മാറ്റും. അതുകൊണ്ട് അരുത് അരുത്. അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, ഖുർആൻ പറയാണ് ഇബാദുർ റഹ്മാന്റെ 9 ഗുണങ്ങളിൽ ഒരു ഗുണം എന്താ? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പടച്ചോനെ, നരകം ബീഭത്സമായ നരകം, ആ ബീഭത്സമായ നരകത്തിൽ നിന്ന്, ഭയചകിതമായ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ? നരകത്തെ തൊട്ട് നിരന്തരം, അതായത് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ തൊട്ട് താഴെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങൾ പറയും. അതുകൊണ്ട് ആലോചിക്കുക, അവിടെ രക്ഷപ്പെടാൻ എന്താ വഴി? ആ ഭയാനകരമായ വയൗമ യഉല്ലു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീലാ. പരലോകത്തെ പറ്റി പറയുന്നിടത്താ പറയും. എന്ത്? അക്രമികളായ ആളുകളെ കൈകടിക്കുന്ന ദിവസം, ഡിസോർഡറായി കൈകടി ജീവിച്ച് പരലോകത്ത് വന്ന് കൈകടിക്കും. എന്നിട്ട് അവൻ പറയും, എന്റെ നാശമേ, ഞാൻ ഇന്നാലെന്നവനെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് പറ്റിയത്. ഞാൻ ഇന്നാലെന്നവനെ കൂട്ടുപിടിച്ചിട്ടാണ്.
അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇന്നാലെന്നവനെ കൂട്ടുപിടിക്കില്ല എന്ന് തീരുമാനിക്കാൻ, നല്ല ആളുകളെ കൂട്ടുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരികൾ നല്ലവരായിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം, ഇഖ്ലാസ് ഉള്ളവരായിരിക്കണം. നമ്മുടെ കൂട്ടുകാരന്മാർ ഒരാരായിരിക്കണം? ഒരു സിനിമ കാണുന്നവരാകരുത്, ഒരു സംഗീതം ആസ്വദിക്കുന്നവരാവരുത്, അവർ ടൂർ പോയി അനാവശ്യങ്ങളിൽ ഏർപ്പെടുന്നവരാവരുത്. കണ്ണും കാതും ഹൃദയവും നിയന്ത്രിക്കുന്ന ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന അസ്സലാ വയൂതൂന അസ്സകാ വഹും റാകിഊൻ. ആരാണ് നിങ്ങളുടെ ആത്മമിത്രം? ഒന്നാമത്തേത് അല്ലാഹുവാണ്, രണ്ടാമത്തേത് അല്ലാഹുവിന്റെ റസൂലാണ്, മൂന്നാമത്തേത് നിസ്കാരവും സകാത്തുമുള്ള സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്. സഹോദരിമാരെ, അതുകൊണ്ട് നമുക്ക് സ്വാലിഹീങ്ങളായ ആളുകൾ കൂട്ടാവണം, നല്ല മനുഷ്യന്മാർ നമുക്ക് കൂട്ടാവണം. അതേ, ഞാൻ എന്റെ പ്രസംഗം ദീർഘമായി കൊണ്ടുപോകുന്നില്ല, ഒരുപാട് വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ ഓതി കേൾപ്പിച്ചുവല്ലോ നിങ്ങളെ. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, 40-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂൽ പറയാ, വയാ ഖൗമി, എന്റെ ജനങ്ങളെ, മലിയദൂകും ഇലൻ നജാത്ത്, നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് നയിക്കുന്നു, മോക്ഷത്തിലേക്ക് നയിക്കുന്നു, യഥാർത്ഥമായ വിജയത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ എന്നെ നരകത്തിലേക്ക് നയിക്കുകയാണ്. നരകത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളത് ഗൗരവമായി ഓർക്കണം. നരകമല്ല, സ്വർഗമാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താ അത്? പരലോകത്ത് വരുമ്പോ മനുഷ്യരെ കൈകടിക്കുന്ന ഒരു ദിവസം ഉണ്ടാകരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങളെ നഫ്സിനെ പലപ്പോഴും ഒരു സംഭവം ഒന്ന് ഓർത്തു നോക്ക്. ഭാര്യക്ക് തീപ്പൊള്ളിയാൽ വേഗത്തിൽ ഭർത്താവ് ഓടിച്ചു കൊണ്ടുപോവുക വണ്ടി. നേരെ മറിച്ച് ഭാര്യ ഏറ്റവും മ്ലേച്ഛമായ വസ്ത്രം ധരിച്ചിട്ട് ഭാര്യയുടെ ശരീരം മുഴുവനും നരകത്തിലാണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ഉപദേശിക്കാത്ത ഭർത്താവ്, ഭാര്യക്കൊരു തീപ്പൊള്ളലേൽക്കുമ്പോഴേക്ക് ഓടിയിട്ട് ഹോസ്പിറ്റലിലെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലിൽ പോയി ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ഭർത്താവ്, ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ ഭാര്യ നരകത്തിലേക്കാണെന്ന് അറിഞ്ഞിട്ടും വേദനയില്ലാത്ത ഭർത്താവ്. ഓർക്ക്, ആ നരകത്തിന്റെ തീജ്വാല കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നമ്മള്? ആ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താൻ ഇന്ന് കുട്ടികൾക്ക് നൽകുന്ന പല ഡ്രസ്സുകളുണ്ടല്ലോ, വൃത്തികെട്ട ശരീരം മുഴുവനും കാണിക്കുന്ന ഡ്രസ്സുകൾ. ഓർക്കണം, നമ്മുടെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇസ്ലാമിക വസ്ത്രമാണ് അവർ ധരിപ്പിക്കേണ്ടത്. മാതാപിതാക്കൾ നന്നായാലേ മക്കൾ നന്നാവും. ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാത്തൊരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ട. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ 3, അല്ല 4. ഓൻ എത്ര മക്കളെന്ന് പോലും ഓർമ്മല്ല. എവിടെയാ നിങ്ങളെ കുട്ടി പഠിക്കണത്? സെന്റ് ജോർജിലാണെന്ന് തോന്നുന്നു. അല്ല, സെന്റ് ജോസഫിലാണ്. എത്രാം ക്ലാസ്സിലാ? 4 തന്നെയല്ലേ? 4. സ്വന്തം മക്കൾ പഠിക്കുന്ന എവിടെ അറിയില്ല. എത്ര അല്ലേ? ഒരു വിധങ്ങൾ ആലോചിച്ചു നോക്ക്. എന്താ തിരക്ക്? അതിനിടയിൽ മകൻ മ്ലേച്ഛനായി പോയത് അറിഞ്ഞില്ല, മകള് മ്ലേച്ഛയായി പോയത് അറിഞ്ഞില്ല, മകള് വേറൊരുത്തന്റെ കൂടെ ഓടിപ്പോകാൻ തീരുമാനിച്ചറിഞ്ഞില്ല. കല്യാണത്തിന്റെ കത്തൊക്കെ അടിച്ച് ഇൻവിറ്റേഷൻ ലെറ്ററോ കൈമാറി മകള് തലേന്ന് വേറൊരുത്തന്റെ കൂടെ, ഒരു ചെറുമന്റെ കൂടെ, അല്ലെ വേറൊരുത്തന്റെ കൂടെ, അല്ലെ വേറൊരു പിന്നെ ക്രിസ്ത്യാനിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ കൂടെ. തിരിച്ചും ഇങ്ങനെയാണല്ലോ സംഭവങ്ങള്, ഇങ്ങനെയാണല്ലോ ലോകത്തെടുക്കുന്നത്. ആരും ആരെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത കാലഘട്ടം, സ്വന്തം മക്കളെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത കാലഘട്ടം. അതുകൊണ്ട് ഗൗരവമായി നരകത്തെക്കുറിച്ച് ഓർത്ത് ഈ സദസ്സ് പിരിയുമ്പോൾ ശരിക്കും ഇവിടുന്ന് പഠിച്ച് മനസ്സിലാക്കി 5 നേരം കൃത്യമായി നിസ്കരിച്ച്, സംഗീതം ഉപേക്ഷിച്ച്, എല്ലാ ചാനൽ കണക്ഷനുകളും ഉപേക്ഷിച്ച്, കണ്ണിനെ നിയന്ത്രിച്ച്, പടച്ചോൻ പറഞ്ഞല്ലോ, ഹറാമുകളിൽ നിന്ന് കണ്ണ് തിരിക്കുന്നവരുടെ കണ്ണിനെ നരകത്തെ തൊട്ട് അല്ലാഹു കാക്കും. അല്ലേ? ഒരു പെണ്ണ് ക്ഷണിച്ചിട്ട് അതിലേക്ക് വരാതെ നമ്മുടെ വീടുകളിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. സ്ക്രീനുകളിലൂടെ, ടിവികളിലൂടെ ഹറാമുകൾ അരങ്ങ് തകർക്കുകയാണ്.
കൊച്ചു കുട്ടികൾ പോലും മദ്യപാനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടം, നരകത്തെ വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടം. ആ നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവുക, നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നരകം ഒരു യാഥാർത്ഥ്യം എന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഈ നരകത്തെ, സഹാബികൾ ഭയപ്പെട്ട ഈ നരകത്തെ, ആ നരകത്തെ ഓർത്ത് കരഞ്ഞ സഹാബികളുടെ പാതയെ നാം ഓർക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടത് കൃത്യമായി ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും കേട്ടതനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് കുടുംബത്തെ പരിവർത്തിപ്പിക്കുവാനും 66-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തുകൊള്ളണമേ എന്ന ഖുർആനിന്റെ കൽപ്പനയെ, നിർദ്ദേശത്തെ നെഞ്ചകത്തേറ്റി നരകത്തിൽ നിന്ന് മോചിതരായി ഒരു കാരക്കയുടെ ചെറിയ പീസ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്ന് ദാനധർമ്മങ്ങളിലൂടെ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യഗ്രഹണം ഉണ്ടായ അന്ന് സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകളുടെ സമൂഹമേ, നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത്. സ്വന്തം ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുകയും ശാപവാക്കുകൾ നിങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സദക്ക അധികരിപ്പിക്കൂ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് അള്ളാഹുവിന്റെ റസൂൽ നരകത്തിൽ കണ്ടത്. അതിന്റെ കാരണങ്ങളിലൊന്ന്, സ്വന്തം ഭർത്താവിനോട് നന്ദി കേട് കാണിക്കും, മക്കൾക്കെതിരെ ശാപവാക്കുകൾ പൊഴിയും എന്ന കാര്യം വളരെ ഗൗരവമായി ഓർക്കുകയും സ്ത്രീകളോട് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുകയും നിങ്ങളുടെ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആഭരണങ്ങൾ പോലും പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയും അങ്ങനെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുകയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും ആബാലവൃദ്ധ ജനങ്ങളോട്, ഈ പുരുഷാരത്തോട് എനിക്ക് തുറന്നു പറയാനുള്ളത്, നരകമെന്ന യാഥാർത്ഥ്യത്തെ നെഞ്ചകത്തേറ്റുകയും ഓരോ നിമിഷവും മരണത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നതെന്ന് ബോധ്യപ്പെടുകയും ആ പള്ളിക്കാട്ടിലേക്ക് യാത്രക്കിടയിൽ ഏറ്റവും നല്ല മനുഷ്യരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോയി ചേർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സാഗൂതം കേട്ട നിങ്ങൾക്ക് അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും നന്മയുടെ പുതിയ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഇന്നലെയും ഇന്നും നാളെയുമായി നടന്നതെല്ലാം സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു ഫലപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റിയാ ഇല്ലാത്ത സംരംഭങ്ങളായി തീരട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.